തൃപ്പൂണിത്തുറയുടെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഞ്ജലി നായർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ നമ്മൾക്ക് വെച്ച് വോട്ടുകൾ നോക്കുമ്പോൾ 30,000-ത്തിലേറെ വോട്ടുകൾ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ചരിത്രത്തിൽ നല്ലൊരു വോട്ട് ശതമാനമാണ്. അപ്പൊ അതിൽ സന്തോഷമുണ്ട്. ഞാൻ മുന്നേയും പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു 30,000 വോട്ട് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനിയും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണമെന്നുള്ള മനസ്സിലാക്കുന്ന ഏരിയകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു പ്രതിസന്ധി ഒരു പേരായിരുന്നു. ആ ഒരു പേര് അഞ്ജലി നായർ എന്നുള്ള പേരിന് പകരം വന്നിരുന്ന അഞ്ജലി PV എന്നുള്ള ഒരു പേര് അതൊരു പ്രതിസന്ധിയായി എന്ന് തോന്നുന്നു. നമുക്കറിയില്ലല്ലോ എവിടെയാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോട്ടം തട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം ഈ ഒരു മണിക്കൂറുകളല്ലേ ആയുള്ളൂ. അപ്പം നമുക്കത് അവ്യക്തമാണ്. ഈ പറയുന്ന പോലെ നമ്മൾ പരിശ്രമിച്ചു. ഇപ്പം 3 സ്ഥാനാർത്ഥികളും ജയം അവരുടെയാണ് എന്നുള്ള രീതി പോലെ തന്നെ നമ്മളും ജയം മുന്നിൽ കണ്ടിരുന്നു. നമ്മളും പരിശ്രമിച്ചിരുന്നു. തെറ്റില്ലാത്തൊരു വോട്ട് ശതമാനം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തൃപ്പൂണിത്തുറയെ പോലൊരു സ്ഥലത്ത് നിന്ന് മണ്ഡലത്തിൽ നിന്ന് ഇത്രയുമേറെ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, എടക്കൊച്ചി പള്ളുരുത്തി മുതലുള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പെടുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ശതമാനം വെച്ച് നോക്കുമ്പോൾ സന്തോഷമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ BJPക്ക് നല്ലൊരു വിജയമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് മുഴുവൻ നോക്കുവാണെങ്കിൽ NDAക്ക് അതിൽ നിന്ന് ഒരു 2020യുടെ ഒരു സ്ഥാനാർത്ഥിയെ തൃപ്പൂണിത്തുറയിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ അതിനിടയിൽ ഒരു പ്രവർത്തകർക്കിടയിൽ ഒരു അസ്വാരസ്യം ഉണ്ടായി എന്ന് തോന്നുന്നു. ഒരു അസ്വാരസ്യം എന്റെ ഇവിടത്തെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സപ്പോർട്ട് തരികയും ഈ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ BJPക്കാര് ഇറങ്ങിയ ഒരു മണ്ഡലം തൃപ്പൂണിത്തുറ തന്നെയാണ്. അവരാണ് BJP ഇലക്ഷൻ നയിച്ചതും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ളത്? രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ്? തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ തൃപ്പൂണിത്തുറ പാർട്ടി ഓഫീസിൽ വരികയും ഇവരുടെ കൂടെ ഓരോ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ അതിന് അങ്ങനെ തന്നെ മുന്നോട്ടുണ്ടാവും. 2020 എന്നാണോ അതോ BJP എന്നാണോ? ഇപ്പൊ രണ്ടുപേരും എന്റെ കുടുംബം തന്നെയാണ്. അപ്പൊ ഇതിങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ബാക്കി ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ലല്ലോ.